ഹായ് ഹലോ എവ്രി വൺ, എല്ലാവർക്കും ഫുഡോഗ്രാഫിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു അടിപൊളി ഞണ്ട് റോസ്റ്റാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഞണ്ട് റോസ്റ്റ് ഉണ്ടാക്കുക എന്ന് നോക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ 1 കിലോ ഞണ്ടാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒരു 20 ചുവന്നുള്ളി, ഒരു കഷ്ണം ഇഞ്ചി, ഒരു ബൾബ് വെളുത്തുള്ളി, 4 പച്ചമുളക്, ഒരു തണ്ട് കറിവേപ്പില, 2 തക്കാളി, 4 സബോള, ഒരു 1/4 കപ്പ് നാളികേരപ്പാല്, 1.5 ടേബിൾ സ്പൂൺ നമ്മുടെ കുരുമുളക്, 1/2 ടേബിൾ സ്പൂൺ പെരുംജീരകം. ഇത്രയാണ് വേണ്ടത്. ഇനി ഒരു മൺചട്ടി വെക്കുക. അതിലേക്കൊരു 4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കണം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ എടുത്ത് വെച്ച കുരുമുളകും അതേപോലെ തന്നെ പെരുംജീരകം ഒന്ന് ചതച്ചെടുത്തത് നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നു. അതിൻ്റെ ഒരു മണം വന്നു തുടങ്ങുമ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയും ഇതേപോലെ തന്നെ ചതച്ച് ആഡ് ചെയ്ത് കൊടുക്കുന്നു. അതൊന്ന് മൂത്ത് വരുമ്പോൾ അതിലേക്ക് നമ്മൾ സബോള ആഡ് ചെയ്ത് കൊടുക്കുന്നു. ഇനി സബോള നന്നായിട്ടൊന്ന് വഴണ്ട് വരണം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കുക. ഉപ്പ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇനി ഇതിലേക്ക് ചുവന്നുള്ളിയും ഇതേപോലെ തന്നെ നമ്മൾ ചതച്ച് വെച്ചതിലേക്ക് ചേർത്ത് കൊടുക്കണം. ഇനി നമുക്ക് പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. പൊടികളായിട്ട് നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടേബിൾ സ്പൂൺ മീറ്റ് മസാല. ഇത്രയും പൊടികളാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ആ പൊടികൾ അതിലേക്ക് ഇട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് വഴട്ടിയെടുക്കണം. അതിനുശേഷം നമ്മൾ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. ഇനി തക്കാളി ഒന്ന് വേവുന്നത് വരെ നമുക്കൊന്ന് മൂടി വെക്കാം. ഇപ്പം തക്കാളിയൊക്കെ നന്നായി വെന്തുടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് എന്ത് ചെയ്യാം, കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. കറിവേപ്പില ഇട്ട് കൊടുത്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ഞണ്ട് അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഞണ്ട് ഇട്ടതിന് ശേഷം നല്ല പോലെ ആ മസാല ഞണ്ടിലെ എല്ലാ ഭാഗത്തും പിടിക്കുന്ന രീതിയിൽ നല്ല പോലെ ഇളക്കിയെടുക്കണം. ഇപ്പം നമ്മുടെ ഞണ്ടിൽ നിന്നും കുറേശ്ശെ വെള്ളമൊക്കെ ഇറങ്ങി വരാൻ തുടങ്ങിയിട്ടുണ്ട്. നമ്മളിതിൽ എക്സ്ട്രാ വെള്ളമൊന്നും ചേർക്കുന്നില്ല. ഞണ്ടിൽ നിന്ന് തന്നെ വെള്ളം ഇറങ്ങി വന്നോളും. ആ ഒരു വെള്ളത്തിൽ തന്നെയാണ് നമ്മൾ കുക്ക് ചെയ്തെടുക്കുന്നത്. അപ്പം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം. ഇല്ലെങ്കിൽ മൺചട്ടി ആയതുകൊണ്ട് ചിലപ്പോൾ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ഇപ്പോൾ ഒന്നും കൂടിയൊക്കെ നന്നായിട്ട് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഞണ്ട് ഒന്ന് അടച്ചു വെച്ച് വേവിക്കാം. ഇനി നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇപ്പം നമ്മുടെ ഞണ്ടൊക്കെ അത്യാവശ്യം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലെ വെള്ളം ഒരു പകുതിയോളം നമുക്ക് വറ്റിച്ചെടുക്കാം. അതിനുശേഷം നമുക്ക് നമ്മുടെ നാളികേരപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കാം. നാളികേരപ്പാൽ ആഡ് ചെയ്ത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് ഒന്നും കൂടി നല്ല പോലെ വറ്റിച്ചെടുത്ത് ഒരു തിക്ക് ഗ്രേവി ആയിട്ട് എടുക്കണം. ഇനി നമുക്ക് എന്ത് ചെയ്യാം, അതിന് മുകളിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഞണ്ട് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ കമൻറ്റ്സ് പറയുക. അതേപോലെ തന്നെ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെ തന്നെ ആ ബെല്ലൈക്കണും കൂടി ഒന്ന് അമർത്തുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്.